സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് മെയ്ദിന റാലി സിന്ദാബാദ് മെയ്ദിന റാലി സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് മെയ്ദിന റാലി സിന്ദാബാദ് മെയ്ദിന റാലി സിന്ദാബാദ് മെയ്ദിന റാലി സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് രക്തസാക്ഷി സിന്ദാബാദ് നമ്മളെ അറിയുന്നു രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തപതാക സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് അനുവാദത്തോടു കൂടി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് ഞാൻ കടന്നുകൊള്ളാം. സഖാവ് എൽദോബ്രാഹം, പി ജി അനിൽകുമാർ, ഇതിലുള്ള BKMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് കേരള, ഇത്രയുമുള്ള സഖാക്കളെ പാർട്ടിയുടെ വളരെ രാഷ്ട്രീയമായ ഒരു സ്വീകരണ യോഗത്തിന് സംസാരത്തിന് ഞാൻ മുതിരുന്നില്ല. ആദ്യം തന്നെ ഏതാനും ചില കോർപ്പറേറ്റുകൾ മാത്രം മതി എന്ന നിലപാട് സ്വീകരിച്ച് കോർപ്പറേറ്റ് നയം സ്വീകരിക്കുന്ന സമീപനം. ഷാജുവിനെ പലപ്പോഴും ഇവിടെ മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനല്ല സൊസൈറ്റിയിലേക്ക് ഞാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ CPMന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിപ്പിക്കാൻ സന്നദ്ധമാകണം എന്നതാണ് ഞാൻ CPMന്റെ ജില്ലാ ലീഡർഷിപ്പിനോട് പലപ്പോഴും ആവശ്യപ്പെട്ടുള്ളത്. PR മുരളിക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ജനവികാരം മനസ്സിലാക്കാൻ കഴിയണം. ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി അംഗീകരിക്കപ്പെടുന്ന ലീഡറായി എന്തുകൊണ്ട് ഷാജു മാറി? ഗൗരവതരമായ ആ പാർട്ടിയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തോറ്റതിന്, 13 സീറ്റും തോറ്റതിന് കാരണം ഷാജു ആണെന്ന് പറയുന്നത്. അങ്ങനെ തോൽപ്പിക്കാൻ കെൽപ്പും ശക്തിയുമുള്ള ഒരാളാണ് ഷാജുവെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന മറ്റുള്ളവർക്ക് തെറ്റുപറ്റി എന്നവർ അംഗീകരിക്കണ്ടേ? ആ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഷാജുവിനെ ആ പാർട്ടിയിൽ നിർത്തുന്നതിന് ആവശ്യമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടിയിരുന്നത്? ഇത് വേണ്ട. അപ്പൊ വ്യക്തിവിരോധമാണ് പലരെ സംബന്ധിച്ചും ആ പാർട്ടിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചോദ്യം ചെയ്യാമെന്നോ ആക്രമിക്കാമെന്നോ ആ സമീപനം സ്വീകരിക്കാമെന്നോ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിൽ മാത്രമാണ്. ഒരു കാരണവശാലും അത്തരം പ്രവർത്തികൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന വിഷയമേ ഇല്ല. ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതിനെതിരായി മുന്നോട്ട് വന്നാലും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെയും നേരിട്ടുകൊണ്ട് തന്നെ ഈ സംഘടിത തൊഴിലാളി വർഗം മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാത്രക്കുമില്ല. സമാധാനവും അതുപോലെ തന്നെ സഹിഷ്ണുതയും എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് ധരിക്കരുത്. എന്നാൽ ആ സഹിഷ്ണുതയും സമാധാനവും താൽക്കാലികമായി പുലർത്തി ഈ സാമൂഹ്യ ജീവിതം മലീമസമാകാതിരിക്കാൻ, അന്തരീക്ഷം വഷളാകാതിരിക്കാനുള്ള സംയമനം നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സംയമനം ഒരു വളമായി എടുത്ത് ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാനാണ് എതിർകക്ഷികൾക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇനി ഒരു കാരണവശാലും അനുവദിക്കാൻ പോകുന്നില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇവിടെ സഖാവ് സൂചിപ്പിച്ചതുപോലെ BJP പോയാൽ അവർക്ക് പ്രശ്നമില്ല.
കോൺഗ്രസിൽ പോയാൽ അവർക്ക് പ്രശ്നമില്ല. ഒരു കാരണവശാലും CPI ചെയ്തത് എന്താണ് അതിന്റെ ചേതുവികാരം എന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലേക്കും BJPയിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടിയായി, കോൺഗ്രസിലേക്കും BJPയിലേക്കും റിക്രൂട്ട് ചെയ്യുന്ന പാർട്ടിയായി ഈ പാർട്ടി മാറിയോ? കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യം, രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ആവശ്യത്തിന്റെ പ്രശസ്തി ഇവർ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിനെല്ലാം വരും കാലങ്ങളിൽ നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടി ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിക്കൊണ്ട്